മാതൃപഞ്ചകത്തിന്റെ മഹത്വം അറിയിക്കാൻ വേണ്ടി, എത്തിക്കാൻ വേണ്ടി, പുതിയ തലമുറയിലേക്കും അമ്മമാരിലേക്കും ഇതെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം അനവരതം അവിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഇന്ന് കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന വാർത്തകളുമൊക്കെ ദയനീയമാണ്, സങ്കടകരമാണ്. പലതും ഒരമ്മയെ ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിച്ചു എന്ന് വാർത്ത, ഒരമ്മയെ ക്ഷേത്രത്തിൽ നടതള്ളി എന്ന് മറ്റൊരു വാർത്ത നാം വായിക്കുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ പോറ്റി വളർത്തിയ മകൾ അമ്മയെ തള്ളി പറയുന്നു. ഇന്നലെ കണ്ടവന്റെ കൂടെ ഓടിപ്പോയി തിരിച്ചു കൊണ്ടുവന്ന് കോടതിയിലെത്തി. ജഡ്ജി ചോദിക്കുന്നു, ആരുടെ കൂടെ പോകുന്നു? 22 വയസ്സുള്ള ആ പെൺകുട്ടി യാതൊരു സങ്കോചവുമില്ലാതെ പറയുന്നു, ഒരു ഭാഗത്ത് പെറ്റമ്മയുണ്ട്, 22 വർഷക്കാലം കണ്ണിലെ കൃഷ്ണമണി പോലെ പോറ്റി വളർത്തിയ അമ്മ ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് ഇന്നലെ കണ്ട ചെറുപ്പക്കാരനുണ്ട്. ജഡ്ജിയുടെ ചോദ്യം, ആരുടെ കൂടെ പോകുന്നു? ഒരു മടിയുമില്ലാതെ, ഒരു സങ്കോചവുമില്ലാതെ ആ കുട്ടി പറയുന്നു, ഈ ചെറുപ്പക്കാരന്റെ കൂടെ പോകുന്നു എന്ന്. പ്രായമായതുകൊണ്ട്, പ്രായപൂർത്തിയായതുകൊണ്ട് അവളുടെ ആഗ്രഹം എന്തോ അത് നടത്തണം എന്നതുകൊണ്ട് ജഡ്ജി സമ്മതിച്ചു. കോടതിയിൽ നിന്നും ഇറങ്ങി വരാന്തയിലൂടെ നടന്നു പോകുന്ന ആ മകളുടെ മുമ്പിലേക്ക് പെറ്റമ്മ ഓടിപ്പോയി അവളുടെ കാല് പിടിച്ച് കരയുന്നു, മോളെ പോവരുതേ എന്ന് പറഞ്ഞിട്ട്. അമ്മ മകളുടെ കാല് പിടിച്ച് കരയുന്നു. മറുകാലുകൊണ്ട് അമ്മയെ ചവിട്ടി മാറ്റി ആ പെൺകുട്ടി കടന്നു പോകുന്ന കാഴ്ച നമ്മളൊക്കെ വാട്സാപ്പിൽ കണ്ടിട്ടുണ്ട്. സങ്കടകരമായ കാഴ്ച. അമ്മയെ ചവിട്ടി മാറ്റി ആ കാല്, അതിന് ഉറപ്പ് വന്നത് എങ്ങനെയാണെന്നൊന്ന് ഓർത്തു നോക്കൂ. നമ്മളൊക്കെ ചെറിയ കുഞ്ഞായപ്പോ കഴുത്തിന് ഉറപ്പില്ല, കൈകൾക്ക് ഉറപ്പില്ല, കാലുകൾക്ക് ഉറപ്പില്ല. മലർന്നു കിടക്കുമ്പോൾ നമുക്ക് കമിഴ്ന്നു കിടക്കാൻ പോലും സാധ്യമല്ലാത്തൊരു കാലം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛനും അമ്മയും മലർന്നു കിടന്ന് നമ്മുടെ പിഞ്ചു കൈകൾ പിടിച്ചുയർത്തിയിട്ട് ഉറപ്പില്ലാത്ത നമ്മുടെ പിഞ്ചു കാലുകളെ കൊണ്ട് അവരുടെ വയറ്റിലും നെഞ്ചിലും മുഖത്തും ഒക്കെ നൃത്തം ചെയ്യിച്ചിരുന്നു. അവർക്ക് യാതൊരു സങ്കോചവും മടിയും അതില്ലായിരുന്നു. നമ്മുടെ പിഞ്ചു കാലുകൊണ്ട് അവരുടെ മുഖത്ത് ചവിട്ടുമ്പോൾ, അവരുടെ നെഞ്ചത്ത് ചവിട്ടുന്ന സമയത്ത് അവർ ആർത്ത് ചിരിച്ചിരുന്നു. പല്ലില്ലാത്ത വായ കൊണ്ട് നമ്മളും സന്തോഷത്തോടെ ചിരിച്ചിരുന്നു. എന്തിനാ അവരത് ചെയ്തത്? നമ്മുടെ കാലുകൾക്ക് ഉറപ്പ് വയ്ക്കാൻ വേണ്ടിയാ. നമ്മുടെ കാലുകൾക്ക് ഉറപ്പ് വയ്ക്കണം. എന്റെ കുഞ്ഞ് ഒരിക്കലും വഴിതെറ്റി പോകരുത്. എന്റെ കുഞ്ഞ് ഈ കാലുകൊണ്ട് തെറ്റായ വഴിക്ക് സഞ്ചരിക്കരുത്. എന്റെ നെഞ്ചത്ത് ചവിട്ടിയായാലും മുഖത്ത് ചവിട്ടിയായാലും ഈ കാലുകൾക്ക് ഉറപ്പ് വയ്ക്കണമെന്ന കൊതിയോടുകൂടിയാണ് വളരെ സന്തോഷത്തോടെ അച്ഛനും അമ്മയും അത് ചെയ്തത്. ആ പിഞ്ചു കാലിന് ഉറപ്പ് വയ്ക്കാൻ വേണ്ടി അമ്മ ചെയ്ത ആ ചെയ്തിയുണ്ടല്ലോ, പ്രവൃത്തിയുണ്ടല്ലോ, അതുപോലും മറന്നിട്ടാണ് അമ്മയെ തട്ടി മാറ്റിയിട്ട് ആ പെൺകുട്ടി കടന്നു പോകുന്നത്. മാതൃപഞ്ചകത്തിന് വർത്തമാനകാലത്ത് ഏറെ പ്രസക്തി ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. പുരാണ ഇതിഹാസങ്ങൾ വായിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അമ്മയുടെ പ്രാധാന്യം ബോധ്യപ്പെടും. പവിത്രമായ എല്ലാറ്റിനെയും നമ്മൾ അമ്മയായിട്ട് കാണും. ഭാഷ പോലും നമുക്ക് അമ്മയാണ്. ഒരു ഭാഷയെയും വെറുക്കരുത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഭാഷയെപ്പോലും വെറുക്കരുത്. മാതൃഭാഷയ്ക്ക് തുല്യമല്ലെങ്കിലും അതിനെ ബഹുമാനിക്കണം.
മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മതാൻ തന്നെ നുകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതും അമൃതായി തോന്നൂ എന്ന് വള്ളത്തോള് എന്റെ ഭാഷ എന്ന സുന്ദരമായ കവിതയില് എഴുതി സാഹിത്യമഞ്ജരി എന്ന ഗ്രന്ഥത്തിലൂടെ മലയാളികൾക്ക് നൽകിയത് ഭാഷയുടെ മഹത്വം അമ്മയിലൂടെ അറിയണം എന്ന് ബോധ്യപ്പെട്ടിട്ടാണ്. കടലിനെ നാം വിളിച്ച പേര് കടലമ്മ എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് അത്രയും ശ്രേഷ്ഠമാണ്. കടൽ അതാണ്. അതുകൊണ്ട് കടക്കാനാവാത്തത് എന്ന അർത്ഥത്തിലാ പണ്ട് കടലെന്ന് പേര് വന്നത്. ഇപ്പം കടന്നു കഴിഞ്ഞിട്ടും പേരത് തന്നെ. ഗംഗ നമുക്ക് ഗംഗാദേവിയാണ്. ഗംഗയിലൊന്ന് സ്നാനം ചെയ്യുക, സർവ പാപങ്ങളെയും കഴുകിക്കളയുക. അമ്മയുടെ പാദമൊന്ന് തൊട്ട് വന്ദിച്ചാൽ സർവ പാപങ്ങളും കഴുകിക്കളയുന്നത് പോലെ ഗംഗാമാതാവിന്റെ സമീപത്ത് പോയി ആ ഗംഗയിലൊന്ന് മുങ്ങി സർവ പാപങ്ങളെയും കഴുകുന്ന ആ ഒരു ഭാരതീയ പാരമ്പര്യം ഉണ്ടല്ലോ. അമ്മയുടെ മഹത്വം, അമ്മയുടെ പ്രാധാന്യം. പശുവിനെ നാം വിളിച്ചത് ഗോമാതാവ് എന്നാണ്. അമ്മയുടെ പാല് പോലെ തന്നെ നാം കുടിച്ചതാണ് പശുവിന്റെ പാല്. നമുക്ക് പശു പാല് തരുന്നു എന്നാണ്. പണ്ട് 1-ാം ക്ലാസ്സിലൊക്കെയുള്ള പാഠത്ത് പറയും, അമ്മ എനിക്ക് ദിവസവും കാച്ചിയ പാൽ തരും, അത് കുടിക്കാഞ്ഞാൽ അമ്മ കരയും. എന്തിനാണ് അമ്മ കരയുന്നത്? മകൻ അച്ഛനോളം വലുതാകണം, അതാണ് അമ്മയ്ക്കിഷ്ടം. ഇന്ന് അത്തരം പാഠങ്ങളെ ഇല്ല എന്ന് ഓർക്കണം. ഇത്തരം പാഠങ്ങൾ ഇന്നില്ല, പാഠപുസ്തകത്തിലില്ല. പണ്ട് അത് പഠിച്ചവർക്കൊക്കെ ഹൃദയത്തിൽ അതുണ്ട്, മനസ്സിലല്ല, ബുദ്ധിയിലല്ല. അതൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്കാണ് നമ്മൾ എത്തിച്ചത്. പണ്ടത്തെ പാഠപുസ്തകത്തിലെ പാഠങ്ങളൊക്കെ ഹൃദയത്തിലായിരുന്നു, അത് ബുദ്ധിയിലായിരുന്നില്ല. ഹൃദയത്തിൽ സൂക്ഷിക്കുമായിരുന്നു ഈ അമ്മയുടെ മഹത്വം. ഭൂമിയെ നമ്മൾ ഭൂമി ദേവിയായിട്ടാ കണ്ടത്, അമ്മയായിട്ടാ കണ്ടത്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഭൂമിയെ ചവിട്ടുമ്പോൾ ഭൂമിയെ തൊട്ട് വന്ദിക്കണം വന്ദിക്കണം എന്ന് പൂർവ്വ ഋഷിമാര് നമ്മെ ബോധ്യപ്പെടുത്തിയത്. ഭൂമി വന്ദനം എന്ന് പറഞ്ഞിട്ട്. സമുദ്രവസനേ ദേവി പർവ്വത സ്ഥനമണ്ഡലേ വിഷ്ണു പത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വയേ. അമ്മേ, ഭൂമിയാകുന്ന എന്റെ അമ്മയെ എന്റെ കാലുകൊണ്ടുള്ള സ്പർശത്തെ ക്ഷമിച്ചാലും എനിക്ക് അങ്ങയെ ചവിട്ടാതെ നടക്കാൻ വയ്യ. അതുകൊണ്ട് എന്റെ കാലുകൊണ്ടുള്ള സ്പർശത്തെ ക്ഷമിച്ചാലും. എങ്ങനെയുള്ള ഭൂമിയെ കുറിച്ചാ പറഞ്ഞത്? സമുദ്രവസനേ ദേവി, സമുദ്രവസനം, സമുദ്രമാകുന്ന വസ്ത്രം ധരിച്ച പർവ്വത സ്ഥനമണ്ഡലേ, പർവ്വതങ്ങളാകുന്ന സ്ഥനങ്ങളോടുകൂടിയ. നമ്മെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മയുടെ മുലയും അമ്മയുടെ മുലപ്പാലുവാ. അത് കുടിച്ചിട്ടാ നമ്മൾ ഇങ്ങനെ ആയത്. നമുക്ക് വീര്യം വെച്ചത്, നമുക്ക് കരുത്ത് വെച്ചത്, നമുക്ക് സർവ്വ രോഗങ്ങളെയും മാറ്റാനുള്ള ഔഷധമായിട്ട് അമ്മയുടെ മുലപ്പാലാ നമ്മൾ കുടിച്ചത്. അതുകൊണ്ട് ഭൂമിയെ അങ്ങനെ വിശേഷിപ്പിച്ചു. അതുകൊണ്ട് അമ്മയെ ചവിട്ടാൻ വയ്യ. അത് പഠിച്ചിരുന്നു എങ്കിൽ, അത് പഠിപ്പിച്ചിരുന്നു എങ്കിൽ, തൻ്റെ അമ്മ കാല് പിടിച്ച് കരഞ്ഞപ്പോ പെറ്റമ്മയെ ചവിട്ടി മാറ്റി ആ പെൺകുട്ടി പോകുമായിരുന്നു. പൂർവികർ തമ്മ നമ്മുടെ പാഠങ്ങളുണ്ടല്ലോ, നമ്മുടെ ആചരണ പദ്ധതി ഉണ്ടല്ലോ, അത് മറക്കുമ്പോഴാണ് നമ്മുടെ പുതിയ തലമുറ വഴി തെറ്റിപ്പോകുന്നത് എന്നർത്ഥം. ഭാരതത്തെ നാം വിളിച്ചത് ഭാരതാംബ എന്നാണ്. ഭാരതം നമുക്ക് അമ്മയാണ്. അങ്ങനെ പവിത്രമായ എല്ലാറ്റിനെയും അമ്മയായി കാണുന്ന ഒരു കാഴ്ചപ്പാട് പാശ്ചാത്യ ലോകത്തില്ല. അവർക്ക് നമുക്ക് മദർലാൻഡാണ്, മാതൃഭൂമിയാണ്. അവർക്ക് പിതൃലാൻഡ് അങ്ങനെ പറയാ, ഫാദർലാൻഡ് എന്ന് പറയാ. നമ്മെ സംബന്ധിച്ച് പിതൃഭൂമി എന്ന് പറഞ്ഞാൽ ശ്മശാനമാണ്. നമ്മുടെ ഭാഷയില് പിതൃഭൂമിക്ക് അർത്ഥം ശ്മശാനം എന്നാണ്. നമ്മൾ അത്രയും മഹത്തായി മാതൃത്വത്തിന് പ്രാധാന്യം കൊടുത്ത ആളുകളാണ്. അതുകൊണ്ടാണ് മാതൃപഞ്ചകത്തിന് മഹത്വം നമ്മൾ ഉൾക്കൊള്ളണം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ കൃതി 5 ശ്ലോകങ്ങൾ മാത്രമേ അതിനുള്ളൂ. 5 ശ്ലോകങ്ങൾ മാത്രം. ശങ്കരാചാര്യ ഭഗവത്പാദരുടെ
ഹൃദയത്തിൽ നിന്നും വന്ന 5 ശ്ലോകങ്ങളാണ്. ബുദ്ധി കൊണ്ട് എഴുതിയതല്ല, ഭാവന കൊണ്ട് എഴുതിയതല്ല, ഹൃദയത്തിൽ നിന്നും വന്നതാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് അത് വന്നത്. ശങ്കരാചാര്യ ഭഗവത്പാദരെ നമുക്കൊക്കെ അറിയാം. കാരണം നമ്മൾ കുട്ടിക്കാലത്ത് കഥ കേട്ട് വളർന്നവരാ. അമ്മയുടെ മടിയിൽ കിടന്ന് അമ്മ നമുക്ക് കഥ പറഞ്ഞു തന്ന് മുടിയിടയിലൂടെ കൈവിരലോടിച്ച് പാട്ടുപാടിയും കഥ പറഞ്ഞും നമ്മെ ഉറക്കിയവരാ നമ്മുടെ അമ്മമാര്. എത്ര സുന്ദരമായ ഗാനങ്ങൾ കേട്ടാലും ഒരുപക്ഷെ നമ്മൾ ഉറങ്ങില്ല. നല്ല കച്ചേരി കേട്ടാലോ നല്ല ഗായകന്മാരോ ഗായികയോ പാടിയ പാട്ട് കേട്ടാലോ നമുക്ക് ഉറക്കം വരില്ല. പെറ്റമ്മ, അതെത്ര മോശമാവട്ടെ ആ പാട്ട്, അമ്മയുടെ ശബ്ദം എത്ര മോശമാവട്ടെ, അത് കേട്ടാലേ നമുക്ക് ഉറക്കം വരൂ. അതാണ് അമ്മയുടെ ഗാനം, അമ്മയുടെ പാട്ട്. അങ്ങനെ നമ്മളൊക്കെ കഥ കേട്ട് വളർന്നവരാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കഥ ശങ്കരാചാര്യ ഭഗവത്പാദരെ കുറിച്ചുള്ള കഥയാണ്. ഈ അടുത്ത കാലത്ത് 8ാം ക്ലാസ്സിലെ മക്കളുണ്ട്. ഇപ്പം സിലബസ് ഒക്കെ മാറി, പുസ്തകങ്ങളൊക്കെ മാറി. കഴിഞ്ഞ വർഷം വരെ 8ാം ക്ലാസ്സിൽ ഒരു പാഠം പഠിക്കാനുണ്ടായിരുന്നു, ഒരു കവിത പഠിക്കാനുണ്ടായിരുന്നു. സുന്ദരമായൊരു കവിതയാണ്, വെള്ളത്തോളിന്റെ കവിതയാണ്. എൻ്റെ ഗുരുനാഥൻ എന്ന ആ കവിതയുടെ പേര്. അതിൽ എൻ്റെ ഗുരുനാഥനായി സങ്കല്പിക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജി എന്ന പേര് ആ കവിതയിൽ ഒരു ഭാഗത്തുമില്ല. പക്ഷെ അത് വായിച്ചു തീരുമ്പോൾ നമുക്കറിയാം ഇത് മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലൂടെ വള്ളത്തോൾ പറയുന്നത് എന്ന് ആ കവിത വായിച്ച് തീരുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അതിന് ഗാന്ധിജിയെ ഒരുപാട് മഹാന്മാരോട് സമാനമാക്കി വെക്കുന്നുണ്ട്, ഉദാഹരിക്കുന്നുണ്ട്. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീ ഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാന്മാർ എൻ ഗുരുവിൻ നികടത്തിൽ, അല്ലായില്ല അവിടുത്തെ ചരിത്രം വായിക്കുവിൻ. ഇതൊക്കെ ഗാന്ധിയുടെ സ്വഭാവ മഹിമയെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലം, സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായം, ബുദ്ധന്റെ അഹിംസ, തുടർന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും. ഈ കവിത പഠിപ്പിക്കുമ്പോൾ കുട്ടികളോട് ചോദിക്കുക, ശങ്കരാചാര്യരെ അറിയുമോ? കുട്ടികൾ പറയും അറിയില്ല. ബാക്കിയെല്ലാം അറിയാം, ശങ്കരാചാര്യരെ അറിയില്ല. മലയാളികളായിരിക്കുന്ന മക്കൾക്ക് അറിയില്ല. ഐൻസ്റ്റീന്റെ 10 ഐൻസ്റ്റീന്റെ ബുദ്ധിയുള്ള ശങ്കരാചാര്യ ഭഗവത്പാദരെ അറിയില്ല. 2ാമത്തെ വയസ്സിൽ ഭാഷ സുന്ദരമായി ഉച്ചരിക്കാൻ പഠിച്ച ശങ്കരാചാര്യ ഭഗവത്പാദരെ അറിയില്ല. 5ാമത്തെ വയസ്സിൽ ഉപനയനം കഴിച്ച ശങ്കരാചാര്യ ഭഗവത്പാദരെ അറിയില്ല. 10ാമത്തെ വയസ്സായ സമയത്ത് ഈശാദി ഉപനിഷത്തുക്കൾക്ക് ഭാഷ്യം രചിച്ച ശങ്കരാചാര്യ ഭഗവത്പാദരെ അറിയില്ല. ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം രചിച്ച ശങ്കരാചാര്യരെ അറിയില്ല നമ്മുടെ മക്കൾക്ക്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ 5 ശ്ലോകമുള്ള ഒരു കൊച്ചു കൃതി പഠിക്കണം എന്ന് ആദ്യമേ സൂചിപ്പിച്ചത്. ശങ്കരാചാര്യൻ നമുക്കൊക്കെ അറിയാം, അദ്ദേഹം കാലടിയിലാണ് ജനിക്കുന്നത്. കാലടിയില് നന്നായി ഉപനയനം കഴിച്ച് വേദാദി കൃതികളൊക്കെ പഠിച്ച് പണ്ഡിത ശ്രേഷ്ഠനായിരുന്ന, സന്യാസിയാവാൻ ആഗ്രഹിച്ച ശിവയോഗി എന്ന ഒരു മഹാൻ. അദ്ദേഹത്തിന്റെ കൊതി സന്യാസിയാവണമെന്നായിരുന്നു. പക്ഷെ അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധം അനുസരിച്ച് അവൻ കുടുംബജീവിതം നയിച്ചു. ആര്യാമ്പ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് കുറെ കാലം കഴിഞ്ഞിട്ടും മക്കളില്ലാത്ത അവസ്ഥ വന്നപ്പോ രണ്ടുപേരും പ്രാർത്ഥിച്ചു, ശിവഭഗവാനോട് പ്രാർത്ഥിച്ചു. അങ്ങനെയാ പണ്ടൊക്കെ
ശിവഭഗവാനോടാ മക്കളില്ലെങ്കിൽ പ്രാർത്ഥിക്കുക. വിവേകാനന്ദ സ്വാമിജി അങ്ങനെ ഉണ്ടായതാണല്ലോ. ശിവഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടാ വിവേകാനന്ദ സ്വാമി നരേന്ദ്രൻ ജനിച്ചത്. നരേന്ദ്രൻ ജനിച്ച സമയത്ത് വികൃതിയാ, കുട്ടിക്കാലത്തെ വികൃതിയാണ്. അവൻ എല്ലായ്പ്പോഴും ബഹളം വെക്കും. കുളിപ്പിക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് ഓടിക്കളയും. അപ്പൊ അമ്മ ചെയ്യുന്ന പണി പിടിച്ചുകൊണ്ട് വന്നിട്ട് ചെവിയില് ശിവന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കും. ശാന്തനാവുന്ന പറയാ. ശിവന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ കുഞ്ഞാണ് നരേന്ദ്രൻ എന്നും. അതേപോലെയാണ് ശങ്കരാചാര്യ ഭഗവത്പാദരും ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷിതാക്കൾക്കുണ്ടായ മകനാണ്. ഒരു ദിവസം, എല്ലാ ദിവസവും ശിവനെ പ്രാർത്ഥിക്കും. ഒരു ദിവസം ശിവൻ തന്നെ സ്വപ്നത്തിൽ വന്ന് ശിവയോഗിയോട് ചോദിച്ചു പോലും, നിനക്ക് എങ്ങനെയുള്ള മകനെയാണ് വേണ്ടത്? 100 വർഷം ജീവിക്കുന്ന, ഏറെ ബുദ്ധിയൊന്നുമില്ലാത്ത ഒരു കുഞ്ഞിനെ വേണോ, അതോ വളരെ കുറച്ചു കാലം മാത്രം ജീവിക്കുന്ന ഒരു ബുദ്ധിമാനായിരിക്കുന്ന ഒരു മകനെ വേണോ? ഞാൻ പറഞ്ഞത് 2 വട്ടം ആലോചിക്കാതെ പറഞ്ഞത്, അല്പായുസായാലും ബുദ്ധിയുള്ളവന് മതി. അല്പായുസായാലും ബുദ്ധിയുള്ളവന് മതി. അങ്ങനെയാണ് ശങ്കരാചാര്യ ഭഗവത്പാദര് ജനിക്കുന്നത്. പിറ്റേ ദിവസം ശിവയോഗി ഭാര്യയോട് പറഞ്ഞു, ആര്യാമ്പിയോട് പറഞ്ഞു, ഇങ്ങനൊരു അനുഭവം എനിക്കുണ്ടായി, ഇങ്ങനൊരു സ്വപ്നം എനിക്കുണ്ടായി. അങ്ങനെയാണ് ആ കുഞ്ഞിൽ ജനിക്കുന്നത്. ആ കുഞ്ഞിന്റെ ബുദ്ധിയെക്കുറിച്ചാണ് നേരത്തെ സൂചിപ്പിച്ചത്. 2ാമത്തെ വയസ്സിൽ മലയാള ഭാഷ കൃത്യമായി ഉച്ചരിച്ചു എന്ന്. 2ാമത്തെ വയസ്സിൽ അത്ഭുതമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അത്ഭുത ബാലൻ എന്നാണ് ശങ്കരാചാര്യ ഭഗവത്പാദരെ ഗുരുനാഥന്മാരും മറ്റും വിശേഷിപ്പിച്ചത്. അത്രയും അത്ഭുതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. സാധാരണ 5ാമത്തെ വയസ്സിലൊന്നും ഉപനയനം നടത്തില്ല. അദ്ദേഹത്തിന് 5ാമത്തെ വയസ്സിൽ ഉപനയനം നടത്തി എന്നാ പറയുന്നത്. ഗുരുകുലത്തിൽ പഠിച്ചു, വേദാദി ഗ്രന്ഥങ്ങൾ പഠിച്ചു. ചെറിയ പ്രായത്തില് ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും നമുക്ക് ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാൽ എത്ര ഉൾക്കൊള്ളാൻ സാധിക്കും? ചെറിയ പ്രായത്തിൽ ഭഗവത്ഗീത പഠിച്ചു എന്ന് മാത്രമല്ല, ശങ്കര ഭാഷ്യം വായിച്ച നമുക്കറിയാം. അതിലെ ഉദ്ധരണികൾ എത്രയാ! ഭഗവത്ഗീതയുടെ ശങ്കരഭാഷ്യം വായിക്കുന്ന സമയത്ത് എത്രയെത്ര ഉദാഹരണങ്ങളാണ്. ഓരോ ശ്ലോകത്തെയും വ്യാഖ്യാനിക്കാൻ വേണ്ടി അദ്ദേഹം ഉദ്ധരിച്ചത്. എത്രയെത്ര മഹത്തരമായിരിക്കുന്ന മന്ത്രങ്ങളും ശ്ലോകങ്ങളുമാണ്. ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ഐൻസ്റ്റീന്റെ ബുദ്ധിയുടെ 10 ഇരട്ടി ബുദ്ധിയുള്ളവനെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന് സന്യാസിയാവാൻ ആഗ്രഹം. പക്ഷേ കുഞ്ഞുണ്ടായി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ശിവയോഗി മരിച്ചുപോയി. അമ്മയും മകനും മാത്രമാണ് വീട്ടില്, മറ്റാരുമില്ല. ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ, അമ്മയെ ഒഴിവാക്കി പോകാൻ പറ്റും ഒരു മകന്. എന്നാലും കൊതി മനസ്സിങ്ങനെ വരുന്നു. പക്ഷെ അമ്മ അതിനൊക്കെ തടസ്സം നിന്നു ആദ്യ സമയത്ത്. അങ്ങനെയാണ് ഒരു ദിവസം തൊട്ടടുത്തുള്ള പുഴയില് കുളിക്കാൻ വേണ്ടി പോകുന്നത് ശ്രീ ശങ്കരൻ. അമ്മ കരയിലിരിക്കുന്നു, അവൻ ഇറങ്ങിയിട്ട് കുളിക്കുകയാണ്. അവനൊരു മുതല കടിച്ചു. വെള്ളത്തിൽ നിന്ന് അവൻ വിളിച്ചു പറഞ്ഞു, അമ്മേ, എന്നെ മുതല കടിച്ചു, എന്നെ സന്യാസിയാവാൻ അനുവദിച്ചാൽ ഈ മുതല എന്നെ വിടും. ഇതൊക്കെ പറയുന്ന സമയത്ത് പുതിയ തലമുറയിലെ കുട്ടികൾ ചിന്തിക്കും, അങ്ങനെ മുതലേ ഉണ്ടാവുമോ? അങ്ങനെയൊക്കെ ചിന്തിച്ചു കളയോ അവര്? അങ്ങനെ മുതലേ ഉണ്ടാവും, അതിന് സംശയമുണ്ട്. യോഗ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യോഗയിൽ നമ്മുടെ ഈ ചക്രങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. നമ്മുടെ സഹസ്രാരദള പത്മം വരെയുള്ള ചക്രങ്ങൾ, മൂലാധാരം മുതലുള്ള ചക്രങ്ങളെ കുറിച്ച് പഠിക്കും. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നാഭി ചക്രത്തിന്റെ ചിഹ്നമായിട്ട് പറയുന്നത് മുതലയാണ്. നാഭി ചക്രത്തിന്റെ ചിഹ്നമാണ് മുതല. മുതലയുടെ കടിവിട്ടാൽ മാത്രമേ സന്യാസിയാവാൻ പറ്റൂ. മുതല എന്ന് പറഞ്ഞാൽ സെക്സിന്റെ പ്രതീകമാണ്. നാഭി ചക്രം സെക്സിന്റെ പ്രതീകമാണ്. ആ സെക്സിൽ നിന്നും വിടുതൽ നേടിയാൽ മാത്രമേ സന്യാസിയാവാൻ പറ്റൂ. അല്ലാതെ വരുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് മുതലയുടെ കടിവിട്ടാൽ എനിക്ക് സന്യാസിയാവാം, എന്നെ സന്യാസിയാവാൻ അനുവദിച്ചാൽ മുതല പിടിവിട്ടും എന്ന് പറയുന്നത്. ഇത് വലിയൊരു തത്വചിന്തയെ, അല്ലാതെ വെറുതെ കെട്ടുകഥ ഉണ്ടാക്കിയവരല്ല നമ്മുടെ പൂർവികരാരും തന്നെ.
അത് സമാനമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നേ ഉള്ളൂ. മുതലേ ഇങ്ങനെ അവനെ കടിച്ചുകൊണ്ട് നക്രത്തിന്റെ കടിയേറ്റു വലയുന്ന മകൻ അമ്മയോട് പറഞ്ഞപ്പോ കരയുമെന്ന് കരയാൻ മാത്രമേ അമ്മയ്ക്ക് സാധിക്കൂ. എന്തു ചെയ്യും? അമ്മ അർദ്ധസമ്മതം മൂളിയമാണ്, നീ സന്യാസി ആയിക്കൊള്ളൂ. മുതല കടിവിട്ട് ശങ്കരൻ കയറി വന്ന് കുറച്ച് ദിനം കഴിഞ്ഞ് പോവാണ്. സന്യാസിയാവാൻ വേണ്ടി ദണ്ട് ധരിച്ചുകൊണ്ട് പോവാൻ. ദണ്ട് കണ്ടില്ലേ? ശങ്കരാചാര്യ ഭഗവത്പാദരുടെ കയ്യില് അത് പിടിച്ച് പോകുന്നവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തെണ്ടി. ദണ്ടുമായി പോകുന്നവനാണ്. അവരിങ്ങനെ ഓരോ വീട്ടിലും കയറിയിട്ട് ഭിക്ഷ യാചിക്കും. അതിന് നമ്മൾ പറഞ്ഞ പേരാണ് തെണ്ടി നടക്കുക. നമ്മളെ ചില എന്റെ നാട്ടിലൊക്കെ ചില ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഭിക്ഷാടനം നിരോധിച്ചിരിക്കുന്നു. ഭാരതത്തിലെ ഭിക്ഷാടനം നിരോധിക്കാൻ ആർക്കാ അവകാശം? ബ്രഹ്മചാരികളും സന്യാസിമാരും ഭിക്ഷ തേടി നടന്നവരാണ്. അവരുടെ പാരമ്പര്യമാണ്, രീതിയാണ്, ആചരണമാണ്. വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ പോയിട്ട് പട്ടിണി കിടന്ന് നിരന്തരം പട്ടിണി കിടന്നിട്ട് അവസാനം ഭക്ഷണത്തിന് വേണ്ടി ഓരോ വീടിന്റെയും മുമ്പിൽ പോയിട്ട് ഇരു കൈയും നീട്ടിയിട്ട് യാചിച്ചിട്ട് ഒരാൾ പോലും ഭക്ഷണം കൊടുത്തിട്ടില്ല. അത് അവിടുത്തെ രീതിയല്ല. പക്ഷെ ഒരു വീട്ടിന്റെ മുമ്പിലെത്തി ഭിക്ഷാന്തേഹി എന്ന പറയുക, ഭിക്ഷാന്തേഹിയായി നിന്നുകൊണ്ട് ഭക്ഷണത്തിന് യാചിച്ചപ്പോ ആ വീട്ടിലെ അമ്മ ഇറങ്ങി വരികയാണ്. ചോദിക്കുന്നു, നിങ്ങൾ സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന ആളല്ലേ? അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്തു. വിവേകാനന്ദ സ്വാമിജിയെ കുറിച്ച് എഴുതി വെച്ച ഗ്രന്ഥത്തിന് മനോഹരമായിട്ട് ആ വർണ്ണനയുണ്ട്. സ്വപ്നത്തിൽ എനിക്ക് ശ്രീരാമസ്വാമി കാണിച്ചു തന്നതാണ് അങ്ങയുടെ രൂപം, അങ്ങയെ ഞാൻ കാത്തിരിക്കായിരുന്നു അങ്ങയെ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. വിവേകാനന്ദ സ്വാമിജിയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ സമയത്ത് ബോധ്യപ്പെടും. വെറുതെ കെട്ടുകഥയായിട്ട് എഴുതി വെച്ചതല്ല അതൊന്നും. ഭാരതത്തിൽ പോലും ഈ ഭിക്ഷാടനം നിരോധിക്കുന്നത് എന്തിന്റെ അർത്ഥത്തിലാണെന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും ഭിക്ഷാന്തേഹിയായിട്ട് ഈ ശ്രീലങ്കയിലെ കഥ പറയാറുണ്ട്. ശ്രീലങ്കയിലൊക്കെ ബ്രഹ്മചാരികളും സന്യാസിമാരും പോയിട്ട് ഭിക്ഷാടനം നടക്കുമ്പോൾ അവരിങ്ങനെ പാത്രം മുമ്പോട്ട് കാണിച്ചിട്ട് കാലിന്റെ പെരുവിരൽ നോക്കി നിൽക്കുമെന്നാണ്. ആരാണ് തരുന്നത് എന്നൊന്നും അറിയില്ല. താഴോട്ട് നോക്കി നിൽക്കും. പാത്രത്തിൽ വല്ലതും കിട്ടിയാൽ തിരിച്ചു വരും. അതാ രീതി. തരുന്നവന്റെ മുഖം നോക്കില്ല, അത് സ്വീകരിക്കും, അത് കഴിക്കും. അത് കുറച്ച് ഗുരുവിനും കൊടുക്കണമെന്നാ നിയമം. ആലോചിച്ച് നോക്കൂ, ഇത് ഭാരതത്തിന്റെ രീതിയാണ്, ഭാരതത്തിന്റെ പാരമ്പര്യമാണ്. ഓർമ്മയില്ലേ, ശങ്കരാചാര്യ ഭഗവത്പാദര് ഭിക്ഷ തേടിയിട്ട് ഒരു വീട്ടിൽ പോയ സമയത്ത് ഒരു ബ്രാഹ്മണ സ്ത്രീ ഒന്നുമില്ല കയ്യില്, വീട്ടിലൊന്നുമില്ല. ഒരു കുഞ്ഞു വന്നിരിക്കുക, കായ് വസ്ത്രം ധരിച്ചിട്ട് ഭക്ഷണത്തിന് വേണ്ടി ഞാൻ എന്ത് കൊടുക്കും? അമ്മയുടെ കണ്ണീരാ. അമ്മ ഓടി അടുക്കളയിലേക്ക്, എന്തെങ്കിലും ഉണ്ടാവും. അവസാനം ഒരു നെല്ലിക്ക കൊണ്ടുപോയിട്ട് കൊടുത്തു. ശങ്കരാചാര്യ കാര്യം മനസ്സിലായി. പാവം അമ്മ തന്നെ പട്ടിണിയിലായിരിക്കും, എന്താ ചെയ്യാ? ശങ്കരാചാര്യര് പാടിയ അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരപങ്കലീല മംഗല്യദാസ്തു മമ മംഗളദേവതായ. മുഗ്ധാമുഹുർ എന്ന് ആരംഭിക്കുന്ന ആ ഒരു ഗ്രന്ഥ, ഒരു മനോഹരമായ കൃതിയുണ്ടല്ലോ, ആമലകം നെല്ലിക്ക. അതിന്റെ ഒരു നെല്ലിക്ക കൊടുത്തതിന് ശങ്കരാചാര്യയുടെ പ്രാർത്ഥനയോടുകൂടി സ്വർണ്ണ നെല്ലിക്ക പെയ്തു എന്നാണ്. അത് അമ്മയ്ക്ക് കൊടുത്തു എന്നാണ് ആ കൃതി വായിക്കുമ്പോൾ